ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ മാംഗോ ജെല്ലി പുഡിംഗാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു പുഡിംഗാണ് കേട്ടത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു മാംഗോ ജെല്ലി പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് രണ്ടാക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. ഈ ഒരു 10 ഗ്രാം എന്നുള്ളത് 5 ഗ്രാം ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം, ബാക്കിയുള്ള 5 ഗ്രാം വേറൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ 2 ഭാഗമായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതിന് ശേഷം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് ശേഷം പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ 2 മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമ്പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഞാനിത് മാമ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാംഗോ പൾപ്പിന് ഒന്ന് അരിച്ചു കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു അരിപ്പയിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ആ ഒരു ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിൽ നാരൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മാംഗോ പൾപ്പ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ മാംഗോ പൾപ്പ് നല്ലോണം തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി, ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ കളയാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള പൾപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണില്ല കേട്ടോ വീണ്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നല്ല മധുരമുള്ള മാമ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഞാനിവിടെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് ഇങ്ങനെ മെൽറ്റായിട്ടൊക്കെ വന്നോളൂ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അത് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഉണ്ടാക്കിയ ഉടനെ തന്നെ വേണ്ട ഒരു മാംഗോ പൾപ്പ് അടുപ്പത്തൊക്കെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അതല്ല നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ചൈന ഗ്രാസൊക്കെ ഇങ്ങനെ കുതിർത്തിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ അലിയിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കട്ടായിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേണ്ട ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. നിങ്ങൾ അഗർ പൗഡർ ആയിട്ടുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ നേരിട്ടൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാട്ടോ. അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചൈന ഗ്രാസ് ആയതുകൊണ്ടാണ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അഗർ പൗഡർ എടുത്തിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോണത് ആ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടോടെ തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ അങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പാത്രത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ചൂടോടെ തന്നെ മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റോളം പുറത്ത് വയ്ക്കുക. അതല്ലെങ്കിൽ ചൂടാറിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടിക്കോളൂ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണില്ല, പുറത്ത് തന്നെയാണ് വെക്കണത്. കൂടെ ഒരു 20 മിനിറ്റിന് ശേഷമാണ് എടുക്കുന്നത്. രണ്ടും നല്ലോണം തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വേണ്ടത്. അപ്പോൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വിട്ടുവരും. അപ്പോൾ 2 പാത്രത്തിലുള്ളതും ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മാംഗോ ജെല്ലി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജെല്ലിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ചെറിയൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ കൂടെ ചെയ്ത് വെക്കാൻ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം ഇത് ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെത്താൻ അങ്ങനെ സെറ്റായിട്ട് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ചൈന ഗ്രാസ് യൂസ് ചെയ്യണത് അതിൻ്റെ തൊട്ട് മുൻപായിട്ട് വേണം കേട്ടോ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മതി. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക കേട്ടോ. അടി കട്ടിയായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പാൽ നല്ലോണം ചൂടായിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാൽ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ഈ ഒരു എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോണ്ട് മധുരമാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ചൈന ഗ്രാസ് റെഡിയാക്കിയിട്ട് ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചൈന ഗ്രാസ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി ഉടനെ തന്നെ വേണം കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ചൈന ഗ്രാസ് റെഡിയാക്കി ഉടനെ തന്നെ പാൽ തിളപ്പിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ഇത് ചൈന ഗ്രാസിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് അരിച്ചതിന് ശേഷമാണ് ഈ ഒരു ജെല്ലി റെഡിയാക്കിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു തരികളൊക്കെ പോയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ വേണം ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിഞ്ഞാൽ ഇതിങ്ങനെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ആണിത് കട്ട് ചെയ്യാനായിട്ട് പോണത്. ഇപ്പോൾ നല്ലോണം തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പുറത്ത് വെച്ചാലും ഇത് പെട്ടെന്ന് ഇങ്ങനെ സെറ്റായിട്ടൊക്കെ കിട്ടും. ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെച്ചാലും മതി. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഓയിലോ ഒന്നും തന്നെ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഇത് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കമത്തിയെടുത്താൽ മതി. അപ്പോൾ അതെ നമ്മുടെ ഒരു മാംഗോ ജെല്ലി പുഡിങ് കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേതും ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കത്തി വെക്കുമ്പോൾ തന്നെ അങ്ങനെ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതുപോലെ മാംഗോ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.